ഹലോ. അപ്പം ഇവിടെ നല്ല സമ്മറായിപ്പോൾ. അപ്പോൾ ഞാൻ കരുതി വൈകുന്നേരം അങ്ങ് നടക്കാമെന്ന് കരുതി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ റോഡിൽ കൂടെ എല്ലാവരും സൈക്കിളൊക്കെ ഓടിച്ചോണ്ട് പോവാം. നോർമൽ റോഡിൽ കൂടെ എല്ലാവരും സൈക്കിളൊക്കെ ഓടിച്ചോണ്ട് പോകുമല്ലോ. അപ്പോൾ സൈക്കിളൊക്കെ ഓടിച്ചോണ്ട് പോയ സമയത്ത് ഞാനിങ്ങനെ എനിക്ക് സൈക്കിളൊക്കെ ഓടിക്കുന്ന കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതൊക്കെ കാണാൻ, സൈക്കിൾ ഓടിക്കുന്നതും വണ്ടി ഓടിക്കുന്നതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു എനിക്കിതൊന്നും ഓടിക്കാൻ അറിയത്തില്ല. അപ്പം എന്നെ ചെറുപ്പത്തിൽ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കാൻ ഒത്തിരി നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് സൈക്കിളിൽ നിന്ന് വീഴുമോയെന്ന്. എന്നിട്ട് ഞാൻ ഒരു തവണ എങ്ങാണ്ടൊന്ന് ചെറുതായിട്ട് വേച്ച് പോയതേ ഉള്ളൂ സൈക്കിളിൽ നിന്ന്. വേച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. അതൊന്ന് ഒന്ന് ചെരിഞ്ഞു പോയി സൈക്കിളിൽ നിന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. പിന്നെ ഞാൻ സൈക്കിളിൽ കയറിയിട്ടേ ഇല്ല. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഉണ്ണി, അതായത് എൻ്റെ ചേട്ടൻ, എന്നെ കാർ ഓടിക്കാൻ പഠിപ്പിക്കാൻ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അതിലും വലിയ രസം. കാരണം എനിക്ക് നമ്മുടെ ആക്സിലറേറ്ററിലും എനിക്കത് ഇച്ചിരി കട്ടിയാട്ടോ, വാക്ക് എനിക്കത് വരത്തില്ല. നമുക്ക് സ്പീഡ് കൂടുന്ന സാധനം ആക്സിലറേറ്ററിലും അതുപോലെ ബ്രേക്കിലും അത് രണ്ടും കാണാതെ ഞാൻ ചവിട്ടത്തില്ല. എനിക്കത് കണ്ടേ ചവിട്ടാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് ഞാനതും പഠിച്ചില്ല. എന്നിട്ടിപ്പോൾ ആൾക്കാർ വഴി കൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോഴും ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവർക്കും വണ്ടി ഓടിക്കാൻ അറിയാൻ തോന്നുന്നു. വിരളം കുറച്ച് പേർക്കൊക്കെ വണ്ടി ഓടിക്കാൻ അറിയത്തില്ലാത്തോളം തോന്നുന്നു. പേടി കാരണം പഠിക്കാത്തവരൊക്കെ കാണും. എനിക്കറിയത്തില്ല, അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളൊന്നും എനിക്കറിയത്തില്ല. എന്നാലും എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. നമുക്ക് എന്തെങ്കിലും പഠിക്കണമെന്ന് തോന്നുമ്പോൾ അതിനുള്ള അവസരം ഉണ്ടെങ്കിൽ അങ്ങ് പഠിച്ചേക്കണം. പേടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല വണ്ടി ഓടിക്കാൻ പേടിയായിട്ട് ആരും ഇരിപ്പുണ്ടെന്ന്. ഇല്ല, പേടിയായിട്ടുള്ളവരൊക്കെ കാണുമായിരിക്കും. പക്ഷെ എന്നെപ്പോലെ ഇങ്ങനത്തെ ഒത്തിരി അവസരങ്ങളുണ്ടായിട്ടും അത് പാഴാക്കി ഒരുപാട് പേര് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, സമയം കിട്ടുമ്പോഴും സാഹചര്യം ഒക്കുമ്പോഴും പഠിക്കേണ്ടതൊക്കെ അങ്ങ് പഠിച്ചോണം. പിന്നെ കുറച്ച് കഴിഞ്ഞ്, അല്ലെങ്കിൽ ഇപ്പം ആരായാലും അത് അങ്ങനെ ഒരു തോട് തോന്നിപ്പോകും കേട്ടോ. കാരണം വേറെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ വേറെ ആൾ മുന്നിൽ കൂടെ ഒക്കെ ചെയ്തിട്ട് പോകുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ എത്ര തോന്നില്ലെന്ന് പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തായാലും തോന്നും, അയ്യോ ആ സമയത്ത് ഞാനിത് പഠിച്ചിരുന്നെങ്കിൽ എനിക്കിതിപ്പോൾ ഓടിക്കാമായിരുന്നല്ലോ, ആരുടെ സഹായം ഇല്ലാതെ ഇവിടെ നിന്ന് അവിടം വരെ പോകുമായിരുന്നല്ലോ. അല്ലെങ്കിൽ ഇപ്പം നമുക്കിപ്പം ഫ്രണ്ട്സ് വരാൻ നോക്കി നിൽക്കണം, അല്ലെങ്കിൽ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ടൈം നോക്കി പോകണം. നമ്മുടെ സമയത്ത് ഇതൊന്നും നടക്കത്തില്ല. അപ്പം ഞാൻ പറയുന്നത്, ഇനി വണ്ടി ഓടിക്കുന്ന കാര്യം മാത്രമല്ല, എന്ത് കാര്യം ആയിക്കോട്ടെ, നമുക്കൊരു സമയവും സാഹചര്യമുള്ള സമയത്ത് അത് പഠിച്ചെടുത്തോണം. അല്ലെങ്കിൽ പിന്നെ കുറേ കാലം കഴിഞ്ഞ് നോക്കി നിൽക്കേണ്ടി വരുമല്ല. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.